നമസ്കാരം, ഞാൻ രവീന്ദ്രനാശൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട ഒരു രസമണിയെക്കുറിച്ചാണ്. അതിൻ്റെ പേര് കവചമണി എന്നാണ്. രസം എന്ന് പറയുന്നത് ശിവബീജമായിട്ടാണ് ഭാരതീയരായ ചിന്തകർ കണക്കാക്കിയിരിക്കുന്നത്. ശാസ്ത്രീയമായി അത് ഒരു ദ്രവ രൂപത്തിലുള്ള ലോകമാണ്. എന്നാൽ ലോകമല്ല എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ രസത്തെ മണിയാക്കി പല വിധത്തിൽ ആൾക്കാർ ഉപയോഗിച്ചു വരുന്നു. പല വിധത്തിലുള്ള രസമണികളുണ്ട്. ഗമനമണി, സൗഭാഗ്യമണി, വശ്യമണി, മാരണമണി തുടങ്ങി അനേകം രീതിയിലുള്ള രസമണികളുണ്ട്. അതിൽ വശ്യമണി തന്നെ പല വിധത്തിലുള്ള വശ്യമണിയുണ്ട്. വശ്യം, ധനവശ്യം, ദൈവവശ്യം, അങ്ങനെ അനേകം വശ്യമണികളുണ്ട്. ഇത് നമ്മൾ മണി ചെയ്ത് ശരീരത്തിൽ ധരിച്ചാൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അതായത് ഗമനമണി ഉണ്ടാക്കി നാക്കിനടിയിൽ ധരിച്ചുകൊണ്ട് നമുക്ക് ഹിമാലയമൊക്കെ വെറുതെ കയറി പോകാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ രസമണി പല വിധത്തിലുണ്ട്. ശിവബീജമാണ് രസമണി. പക്ഷേ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ചെന്ന് അബദ്ധത്തിലൊന്നും ചാടരുത്. രസമണി വളരെ ഈസിയായിട്ട് ചെയ്യുന്ന മെത്തേഡുണ്ട്. അല്ലാതെ തന്നെ വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന പല രീതികളുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും സമീപത്ത് പോയി രസമണിയെ ആവശ്യപ്പെട്ട് അവരുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രസമണിയെ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഒന്നാമത് അതിന് ക്ലാവ് ഉണ്ടായിരിക്കാൻ പാടില്ല, അതിൻ്റെ വെയിറ്റ് ഉണ്ടായിരിക്കണം. മൂന്നാമതാണ് ഏറ്റവും വലിയ കാര്യം, സാധാരണ രസം ഏകദേശം 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോൾ തന്നെ ചൂടാക്കുമ്പോൾ അത് ആവിയായി പോകും. ഒരു 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെങ്കിലും ചൂടാക്കിയാൽ ഉരുകി ആടി നിൽക്കുന്ന അവസ്ഥയിലുള്ള രസം കൊണ്ടുണ്ടാക്കുന്ന മണിക്ക് മാത്രമാണ് ഗുണമുള്ളത്. ഇതിനെ ജയരസം എന്ന് പറയും. ജയരസം ഉണ്ടാക്കാനായി ഇന്ത്യയിൽ വളരെ വിരളിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. എല്ലാവരും പറയും ഞാൻ ജയരസമണി ഉണ്ടാക്കുമെന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു കാരണവശാലും അത് നടക്കില്ല. നിങ്ങൾ അബദ്ധത്തിൽ ചെന്നും ചാടിക്കളയരുത്. മണി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പലരും സമീപിക്കും. അതിന് യാതൊരു ഗുണവുമില്ല. ജയരസമണിക്ക് മാത്രമേ ഗുണമുള്ളൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കവചമണി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കവചമണി ധരിച്ചിരിക്കുന്ന ഒരാളിനെ കാലന് പോലും തൊടാൻ കഴിയില്ല. അതാണ് കവചമണിയുടെ പ്രത്യേകത. കവചമണി 3 രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ജയരസത്തെ മണിയാക്കി പല വിധത്തിലുള്ള പുടങ്ങൾ ചെയ്ത് അതിന് ശക്തിയേറ്റി ശിവപാദത്തിൽ സമർപ്പിച്ച് പൂജ ചെയ്ത് ഏലസിലോ എന്തെങ്കിലും ഒരു കാര്യത്തിലോ ആക്കി തുടകീറി അതിനകത്ത് വച്ച് തച്ചിരുന്നാൽ പ്രണവപ്പഴുവിനെ കരിയും. സാധാരണ രീതിയിൽ ഒരു ശത്രുവിനും ആ ആളിനെ ജയിക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ മണി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ജയരസത്തെ വേറെ രീതിയിൽ മണിയാക്കി പല വിധത്തിലുള്ള പുടങ്ങളിട്ട് ശിവപാദത്തിൽ പൂജ ചെയ്ത് ഏലസ് പോലെ കെട്ടി, അതായത് ഉറുക്കുനൂലിൽ കെട്ടി ശരീരത്തിൽ ധരിച്ചിരുന്നാൽ ആയുധം കൊണ്ട് മുറിവേൽക്കുകയോ ശത്രുവിന് ഈ ആളിനെ തോൽപ്പിക്കാനോ കഴിയുകയില്ല. ഇതാണ് രണ്ടാമത്തെ മണി. മൂന്നാമത്തെ മണി എന്ന് പറയുന്നത് ഒരു വളരെ നീണ്ട പ്രോസസ്സാണ്. അതാണ് കവചമണി. തെക്കൻ കളരി വിദ്യയും സിദ്ധവൈദ്യവും മർമ്മവൈദ്യവും അഭേദ്യമായി
ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. തെക്കൻ നാടുകളിലെ വളരെ വലിയ സിദ്ധയോഗികൾ, അവർ അഗസ്ത്യർ തുടങ്ങിയ മഹാമുനിമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ വിദ്യ തെക്കൻ നാടുകളിലെ കളരി ആശാന്മാർക്കും പോരാളികൾക്കും നൽകിയിരുന്നു. ഈ കവചമണി സൃഷ്ടിക്കണമെങ്കിൽ വളരെ വിശാലമായ വസ്തുവിൽ മണ്ണുകൊണ്ടുള്ള കുടിലുണ്ടാക്കി ഈ മണി സൃഷ്ടിക്കുന്ന ഗുരു അല്ലെങ്കിൽ യോഗി അല്ലെങ്കിൽ മുനി അതിനകത്ത് സാത്വികാഹാരം കഴിച്ച് സാത്വിക വിചാരത്തോടുകൂടി മന്ത്രോച്ചാരണത്തോടുകൂടി സ്ഥിതി ചെയ്ത് വേണം മണി ഉണ്ടാക്കാൻ. 2 പരിചാരകർ പുറത്തുണ്ടായിരിക്കാം. അവരും ഇതേ നിലയിലായിരിക്കണം. അവർ ഓരോരോ സാധനങ്ങൾ അടുപ്പിച്ചു കൊടുക്കണം. അങ്ങനെ രസം ശുദ്ധി ചെയ്യണം, ജാരണ ചെയ്യണം. ആ ജാരണ ചെയ്ത് കഴിഞ്ഞ ആ രസത്തെ ജയരസമാക്കി മാറ്റണം. ജയരസമാക്കി മാറ്റിയതിന് ശേഷം പ്രത്യേകമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കണം. അതിന് 465 ദിവസമെടുക്കും. 21 സ്റ്റേജുകളുണ്ട്. അങ്ങനെ ആദ്യം ഈ മണി ചെയ്ത് കഴിയുമ്പോൾ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു ചൂർണം വരും. അതിനെ ഒരു കാരണവശാലും കൈകൊണ്ട് തുടരുത്. അതിഭീകരമായൊരു വിഷമാണ്. ഒരു ഇരുമ്പ് 1 ഇഞ്ച് കനമുള്ള ഇരുമ്പിൽ വച്ചാൽ പോലും ഇരുമ്പ് പൊടിഞ്ഞു പോകും. അത്ര ഭീകരമായ ഒരു രാസവസ്തുവാണത്. അതിനെ നമ്മൾ ദൂരെ കളയണം. പിന്നീട് വരുന്ന 20 ഘട്ടങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള ചൂർണങ്ങളും ഒക്കെ അതിൽ നിന്നുണ്ടാകും. ആ ഉണ്ടാകുന്ന ചൂർണം നമുക്ക് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഈ 465 ദിവസം കഴിയുമ്പോൾ ഇതിൽ 3 മണിയായിരിക്കും. ഈ പാത്രം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിനകത്ത് 3 മണി ഉണ്ടായിരിക്കും. ചെറിയ 3 ചുവന്ന നിറത്തിലുള്ള മണി. ആ മണിയെ ആണ് 3 മണിയാണ് നമുക്ക് കിട്ടുന്നത്. 1 മണിയായിട്ടല്ല, 3 മണിയായിട്ട് അത് വരും. എല്ലാം നക്ഷത്രപ്രഭയോടുകൂടി ഇരിക്കും. ആ നക്ഷത്രപ്രഭയോടുകൂടി ഇരിക്കുന്ന ആ 3 മണിയെ എടുത്ത് ഒരു തുണിയിൽ കെട്ടി ആടിൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കിയതിന് ശേഷം ആടിനെ വെട്ടുക. ആടിന് മുറിവേൽക്കാതിരുന്നാൽ അത് 1-ാം തരം മണിയായി. ആ മണിയെ വീണ്ടും അതിസങ്കീർണമായ ചില കർമ്മങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷം ശിവപാദത്തിൽ സമർപ്പിച്ച് 41 ദിവസം പൂജ ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ 3 ഭാഗങ്ങളിൽ ത്രികോണാകൃതിയിൽ ചെയ്യുക. അതായത് 2 കാതിലും നെഞ്ചിലുമായിട്ട് ഇതിനെ ഒരു ത്രികോണ ആകൃതിയിൽ വേണം ഇത് ധരിച്ചിരിക്കാൻ. ഈ ത്രികോണ രൂപത്തിൽ മണി ഈ ആളിൻ്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം ആര് വിചാരിച്ചാലും, കാലൻ വിചാരിച്ചാൽ പോലും ഈ അഭ്യാസിയെ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ഗുരുവിനെ അല്ലെങ്കിൽ യോഗിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മഹാഭാരതത്തിലെ മഹാനായ കർണൻ 2 കുണ്ടലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കവചത്തിൽ നെഞ്ചിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിട്ട് ധരിച്ചിരുന്നു. ദേവേന്ദ്രൻ വന്ന് ആ കവചം മാറ്റി. കവചം ഇരന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഇരന്ന് വാങ്ങിക്കൊണ്ട് പോയ സന്ദർഭത്തിൽ തന്നെ ആ കർണൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ത്രികോണം എന്ന് പറയുന്ന കവചം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഈ 3 എണ്ണവും ഈ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഇതിന് ഏറ്റവും മാരകമായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ശക്തി ലഭിക്കുന്നത്. അങ്ങനെയാണ് കവചമണി. പഴയ കാലത്ത് ഇത് വലിയ മുനിമാർ, അതായത് സിദ്ധയോഗികൾ ഇതുണ്ടാക്കി അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യന്മാർക്കും ആശാന്മാർക്കും നൽകുമായിരുന്നു. ഇതാണ് കവചമണി. കവചമണിയെപ്പറ്റി അല്ലെങ്കിൽ മണിയെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് തീർക്കേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലുള്ള മണികൾ നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാം. ഇതിനൊന്നും ഒരു വിലയുമില്ല. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി ഇതിനെ ഇനി കുറേ പുടമിടണം. പുടമിട്ട് കഴിഞ്ഞാൽ അത് നല്ല നക്ഷത്രം പോലെ തിളങ്ങും.
അല്ലെങ്കിൽ സ്വർണം പോലുള്ള ലോഹങ്ങൾ കൊടുത്ത് ഇതിനെ നല്ല ചുവന്ന നിറത്തിലേക്ക് മാറ്റാം. വെള്ളി പോലുള്ള ലോഹങ്ങൾ കൊടുത്തിട്ട് നല്ല നക്ഷത്രത്തെ പോലെ പ്രകാശമാനമാക്കി മാറ്റാം. ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് അഗസ്ത്യർ എന്ന് പറയുന്ന മഹാനായ മുനി ലോകത്ത് പകർന്നു തന്ന അറിവുകളാണ്. മറ്റ് പല ഋഷിമാരും അല്ലെങ്കിൽ സിദ്ധന്മാരും യോഗികളും അവരുടെ ഗ്രന്ഥങ്ങളിലും മണി ചെയ്യുന്ന വിദ്യയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രധാനമായി ആശ്രയിക്കുന്നത് അഗസ്ത്യർ മണി ചെയ്മുറൈ 101 രീതിയിൽ മണി ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള താളിയോല ഗ്രന്ഥങ്ങളിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ആർക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മാത്രമേ ഇത്തരം വിദ്യകളെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുള്ളൂ. എന്തായാലും ഇത്രയും നേരം എൻ്റെ പ്രഭാഷണം ക്ഷമയോട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.